ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. രാമായണ മാസത്തിൻ്റെ ഈ പുണ്യദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശ്രീരാമചന്ദ്രൻ എന്ന ത്രേതായുഗ പ്രഭാവനെ നാം വീണ്ടും ഓർത്തെടുക്കുകയാണ്. രാമായണത്തിൻ്റെ വഴികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് ഒരു വട്ടം കൂടി അന്വേഷിക്കുകയാണ്. ഓരോ കർക്കിടകത്തിലും രാമായണം മലയാള മനസ്സിനെ വന്ന് തൊട്ടുണർത്തുന്നു. ആദിമമായ ആ ഭാരതീയ സംസ്കൃതിയുടെ നേർവെളിച്ചങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു തരുന്നു. രാമായണം എന്നത് രാമൻ്റെ അയനമാണ്, നമുക്കൊക്കെ അറിയാം. രാമൻ്റെ അയനം അത് രാമൻ നടന്ന വഴിയാണ്, രാമൻ ജീവിച്ച ജീവിതമാണ്. രാമായണത്തിൻ്റെ വഴികളിലൂടെ നടന്നത് ശ്രീരാമചന്ദ്രൻ മാത്രമായിരുന്നില്ല. രാമനോടൊപ്പം സീതയും ലക്ഷ്മണനും അസംഖ്യം വാനരന്മാരും ഒരുപാട് മനുഷ്യരും ഇതാ തലമുറകളായി നമ്മളും ആ രാമായണത്തിൻ്റെ വഴികളിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് രാമായണത്തിന് ഇത്ര സവിശേഷത? രാമായണത്തിൻ്റെ സവിശേഷത രാമൻ തന്നെയാണ്. വാൽമീകി മഹർഷി രാമായണം എഴുതിയപ്പോൾ അതിനകത്ത് കുറിച്ചിട്ടു, രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ എന്നത് ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. ധർമ്മം എന്ന് പറയുന്ന അമൂർത്തമായ ഒരു ആശയത്തെ നമുക്കെങ്ങനെ ഒരു മൂർത്ത രൂപത്തിലേക്ക് കണ്ടെത്താൻ കഴിയും? അതിന് നിങ്ങൾ രാമനെ നോക്കൂ. രാമോ വിഗ്രഹവാൻ ധർമ്മ. ആ ശ്രീരാമൻ നടന്ന വഴികളാണ്, ആ ശ്രീരാമൻ അനുഷ്ഠിച്ച കർമ്മങ്ങളാണ് ധർമ്മത്തിൻ്റെ പാത. നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ധർമ്മസങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രീരാമചന്ദ്രൻ തൻ്റെ ജീവിത സന്ദർഭങ്ങളിൽ എപ്രകാരമാണ് ധർമ്മസങ്കടങ്ങളെ മറികടന്നത് എന്ന് ഒരു വട്ടം ചിന്തിക്കാൻ നമ്മെ രാമായണം പ്രേരിപ്പിക്കുന്നു. ജീവിതത്തിൽ ഇരുൾ വന്ന് മൂടുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വെളിച്ചത്തിലേക്ക് നടക്കാൻ ആവുക എന്ന് രാമജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം രാമൻ എന്നത് എഴുത്തച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സർവഭൂതങ്ങളും ആത്മാവാം ഇവങ്കലെ രമിച്ചിടുന്നു. സർവഭൂതങ്ങളും ആത്മാവാം ഇവങ്കലെ രമിച്ചിടുന്നു നിത്യം എന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാണല്ലോ. എങ്ങനെയാണ് രാമൻ എന്നുള്ള പേര് വരാൻ കാരണം? സർവഭൂതങ്ങളും ആത്മാവാം ഇവങ്കലെ രമിച്ചിടുന്നു നിത്യം. എല്ലാ ഭൂതങ്ങളെയും, സൃഷ്ടമായ എല്ലാത്തിനെയും തന്നെ രമിപ്പിക്കുന്നവനാരോ അതാണ് രാമൻ. ശ്രീരാമചന്ദ്രൻ്റെ സാന്നിധ്യം എവിടെയാണോ ഉള്ളത് അത് ആനന്ദത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറുകയാണ്. നമ്മുടെ മനസ്സ് മുഴുവനും ആനന്ദം വന്നു നിറയുന്നു. നമുക്കറിയാം, രാമായണം എന്ന് പറയുന്ന മഹാകാവ്യം, അതിൽ മുഴുവനും രാമായണം മൊത്തത്തിൽ നാം ഒന്ന് പിഴിഞ്ഞെടുത്താൽ നമുക്ക് കിട്ടുന്നത് ഒരു പിടി കണ്ണുനീരാണ്. അത്രയേറെ ദുഃഖസാന്ദ്രമായ ഒരു കാവ്യമാണ് രാമായണം. ഇത്രയേറെ ദുഃഖസാന്ദ്രമായി തീർന്നിട്ടും
എന്തുകൊണ്ടാണ് നാം എല്ലാ കർക്കിടകങ്ങളിലും രാമായണത്തിൻ്റെ പിറകെ സഞ്ചരിക്കുന്നത്? ആ ദുഃഖത്തിൻ്റെ ഉള്ളിലും നമുക്കുള്ള ആനന്ദത്തിൻ്റെ തിരികൾ അവിടെ തെളിയിച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാമായണത്തിൻ്റെ സവിശേഷത. രാമൻ പിറന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു, നവമിയല്ലോ തിഥി, നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി. അങ്ങനെയാണ് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പുണർന്ന നക്ഷത്രത്തിൽ എങ്ങനെയാണ് ഭഗവാൻ ഈ ഭൂമിയിൽ പൂജാതനായത് എന്ന്. എന്തിനാണ് ഭഗവാൻ പൂജാതനായത്? ഭഗവത്ഗീതയിലേക്ക് ചെന്നാൽ ഭഗവാൻ ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നുണ്ട്. സംഭവാമി യുഗേ യുഗേ, ഓരോ യുഗത്തിലും ഞാൻ അവതരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സംഭവാമി യുഗേ യുഗേ, ഓരോ യുഗത്തിലും ഞാൻ അവതരിക്കുന്നത് എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഗീതയിൽ പറയുന്നുണ്ട്. ഇവിടെ എന്തായിരുന്നു ശ്രീരാമചന്ദ്രൻ്റെ ധർമ്മം? നമുക്കറിയാം, ശ്രീരാമചന്ദ്രൻ ത്രേതായുഗത്തിൻ്റെ അവതാരമൂർത്തിയാണ്. ത്രേതായുഗത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് യാഗങ്ങളുടെയും യജ്ഞങ്ങളുടെയും യുഗമാണ് ത്രേതായുഗം. ത്രേത എന്ന് പറയുന്നത് തന്നെ 3 തരത്തിലുള്ള അഗ്നികളെ കുറിച്ചാണ് ത്രേത എന്ന് പറയുന്നത്. അതായത് യാഗങ്ങളുടെ യജ്ഞങ്ങളുടെ യുഗമായതിനാൽ ഈ യാഗയജ്ഞങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ശ്രീരാമചന്ദ്രൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം ആയി തീർന്നിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ധർമ്മമായിരുന്നു. സ്വധർമ്മം നിധനം ശ്രേയ, ഭഗവത്ഗീതയിൽ നമ്മൾ ചെന്നാൽ കണ്ടെത്താൻ കഴിയും. തൻ്റെ ധർമ്മത്തെ, അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ആ ഉത്തമ കർത്തവ്യത്തോടു കൂടി തന്നെയാണ് ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്രനോട് കൂടി തന്നെ വളരെ കൗമാരപ്രായത്തിൽ തന്നെ കാട്ടിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. നമ്മൾ വളരെ പ്രഭാതത്തിൽ ഒരു സുപ്രഭാതം കേൾക്കാറുണ്ട്. കൗസല്യ സുപ്രജ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യകം. നമുക്ക് വളരെ പരിചിതമായ സുപ്രഭാതമാണത്. കൗസല്യ സുപ്രജ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ, കൗസല്യയുടെ സുപ്രജനായ രാമ. പൂർവസന്ധ്യ എന്നാൽ പ്രഭാതസന്ധ്യ. പൂർവസന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ, നീ ഉണർന്നെഴുന്നേൽക്കൂ, ഇതാ പൂർവസന്ധ്യ സമാഗതമായിരിക്കുന്നു, അതുകൊണ്ട് നീ ഉണർന്നെഴുന്നേൽക്കുക. എന്തിനു വേണ്ടി? കർത്തവ്യം ദൈവമാന്യകം, നിന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വിശ്വാമിത്രൻ ശ്രീരാമചന്ദ്രനെ പ്രഭാതത്തിൽ കാട്ടിൽ വച്ച് വിളിച്ച് ഉണർത്തിയ മന്ത്രമാണ് ഇത്. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല, നരന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ കർത്തവ്യം ദൈവമാന്യകം. അങ്ങനെ ആ ഒരു ഉണ്ണിയെ വലിയ കർത്തവ്യങ്ങളിലേക്ക് ഗുരുവായ വിശ്വാമിത്രൻ എടുത്ത് ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നാം രാമായണത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ കണ്ടെത്തുന്നത്. പിന്നീട് ആ രാമൻ ജീവിതത്തിൻ്റെ വഴികളിൽ എമ്പാടും ധർമ്മത്തിൻ്റെ വെളിച്ചം വിതറിക്കൊണ്ട് മുന്നോട്ട് നടക്കുന്നു. ഒട്ടേറെ ജീവിതങ്ങൾക്ക് തണലായിത്തീരുന്നു. അപ്പോഴും സ്വന്തം ജീവിതത്തിൻ്റെ നോവുകളെ എല്ലാം സഹിച്ചുകൊണ്ടാണ് രാമൻ മുന്നേറുന്നത്. പണ്ട് കുമാരനാശാൻ തൻ്റെ കവിതയിൽ പറഞ്ഞതുപോലെ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. വിവേകികളായ മനുഷ്യർ എപ്പോഴും സ്വന്തം ജീവിതം അവരുടെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരാണ്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. നാം ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്കിത് മനസ്സിലാകും. ശ്രീരാമചന്ദ്രന് മാത്രമല്ല, ലക്ഷ്മണൻ്റെ ആയാലും സീതയുടെ ആയാലും അയോധ്യയുടെ മുഴുവനും ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, അന്യജീവന് വേണ്ടി ഈ സ്വജീവിതത്തെ സമർപ്പിക്കുന്നവരാണ് അവർ. ആനന്ദത്തിൻ്റെ നിമിഷങ്ങളിലല്ല ജീവിക്കുന്നത്, അവർ ഏറെ ത്യാഗങ്ങളുടെ നിമിഷത്തിലാണ്. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി
എന്ന പിൽക്കാലത്ത് വള്ളത്തോൾ പറഞ്ഞതുപോലെ ജീവിതം വലിയ ഒരു ത്യാഗമായിട്ട് സമർപ്പിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതം ജീവിതമാകുന്നത് എന്ന് ശ്രീരാമചന്ദ്രൻ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. രാമായണ സംസ്കൃതിക്ക് നമുക്ക് പകരാനുള്ള ഏറ്റവും വലിയ വെളിച്ചവും അത് തന്നെയാണ്. നാം ജീവിക്കുന്നത് മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ എന്ന് പറയുന്നത് പോലെ, സൂര്യൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കത്തിയെരിയുന്നത് പോലെ സൂര്യവംശജനായ ശ്രീരാമചന്ദ്രനും മറ്റുള്ളവർക്ക് വേണ്ടി സ്വജീവിതത്തെ സമർപ്പിച്ച വ്യക്തിത്വമാണ്. നമുക്കറിയാം, ആ ജീവിതത്തിൽ ആനന്ദത്തിൻ്റെ നിമിഷങ്ങൾ വളരെ കുറവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് ദുഃഖത്തിൻ്റെ ഇടയിലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ആ ധർമ്മത്തെ മനസ്സിലാക്കാനും പ്രയാസമാണ്. നമ്മളെപ്പോലുള്ള അല്പബുദ്ധികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമചന്ദ്രൻ്റെ ധർമ്മത്തിൻ്റെ ആ സാന്ദ്രമായ അഗാധമായ വഴികളെ നമുക്ക് മനസ്സിലാക്കി എടുക്കുക ക്ഷിപ്രസാധ്യമല്ല. അതുകൊണ്ടാണ് കവി പറയുന്നത് ധർമ്മസ്യ ഗഹനാം ഗതി എന്ന് പറയുന്നത്. ധർമ്മത്തെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ, കേവല ബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല ധർമ്മത്തിൻ്റെ വഴികൾ. അതിന് ഒരുപാട് നാം ദൂരങ്ങൾ സഞ്ചരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാത്രമാണ് ധർമ്മം നമ്മുടെ മുമ്പിൽ വെളിച്ചമായി വരുന്നത്. ആ ധർമ്മത്തിലേക്ക് നമ്മെ നടന്നെടുക്കാൻ നമുക്ക് ഏറ്റവും പ്രേരണ നൽകുന്ന മഹത്തരമായ നമ്മുടെ ഒരു ഇതിഹാസ ഗ്രന്ഥമാണ് രാമായണം. രാമായണം ലഭിച്ച ഒരു ജനത, രാമായണത്തിൽ ജീവിക്കുന്ന ഒരു ജനത, രാമായണ സംസ്കൃതിയെ നെഞ്ചേറ്റുന്ന ഒരു ജനത, അവർ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും പുണ്യം ചെയ്ത ജനതയാകുന്നു. എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹാശിസ്സുകൾ എന്നും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.